കുട്ടനാടിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ ഏകദേശം 1000 വർഷത്തോളം പഴക്കമാണ് ഈ പ്രദേശത്തിന് പൊതുവെ പറയുന്നത്. അതിനു മുൻപേ ഇതെല്ലാം അറബിക്കടലിന്റെ ഭാഗമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ഒരു കാലത്ത് അറബിക്കടൽ ഉൾവലിഞ്ഞു പോവുകയും ഇവിടെയെല്ലാം ചതുപ്പ് നിലമായി രൂപാന്തരപ്പെടുകയും ചെയ്തുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക. വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന പൈപ്പും അതിന്റെ മോട്ടോർ തറയുമാണ് കാണുന്നത്. അതിലേക്ക് വരാം. ഈ കുട്ടനാടിന്റെ ചരിത്രത്തിലേക്കൂടി ഒന്ന്. അപ്പൊ 1000 വർഷത്തോളം പഴക്കം ഈ അറബിക്കടൽ. അതിനു മുമ്പ് ഇതെല്ലാം അറബിക്കടലിന്റെ ഭാഗമായിരുന്നു. അറബിക്കടൽ കടൽ ഉൾവലിയുന്ന പ്രതിഭാസത്തിന്റെ ഭാഗമായി അറബിക്കടൽ ഉൾവലിഞ്ഞു പോവുകയും ഇവിടെയെല്ലാം ചതുപ്പ് നിലമായി രൂപാന്തരപ്പെടുകയും ആ ചതുപ്പ് നിലമായിരുന്ന പ്രദേശത്ത് ആദ്യം ചെറിയ ചെറിയ സസ്യങ്ങൾ ഉണ്ടായി. പിന്നീട് അത് മരങ്ങളായി വലിയ ഘോര വനമായി ഈ പ്രദേശത്തെല്ലാം വലിയ കാടായി മാറി എന്നാണ് പറയപ്പെടുന്നത്. ആ കാടായി മാറിയ സ്ഥലത്ത് വൻ അഗ്നിബാധയുണ്ടായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അഗ്നിപിടുത്തത്തിൽ ചുട്ടെരിഞ്ഞു പോയ നാടെന്നുള്ള പ്രയോഗം ഈ പ്രദേശത്തിന് വന്നു. ചുട്ടെരിഞ്ഞു പോയ നാട്. ആ ചുട്ടെരിഞ്ഞു പോയ നാടെന്നുള്ള പ്രയോഗം പിന്നീട് ചുരുങ്ങി ചുട്ടനാടായി മാറി. പിന്നീട് അത് കാലക്രമേണ പരിഷ്കരിക്കപ്പെട്ടാണ് കുട്ടനാടായി മാറി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. തീപിടുത്തമുണ്ടായി ചുട്ടെരിഞ്ഞു പോയ നാടെന്നുള്ള പ്രയോഗം ചുരുങ്ങി ചുട്ടനാട് പിന്നീട് കാലക്രമേണ പരിഷ്കരിക്കപ്പെട്ട് കുട്ടനാടായി മാറി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നു. ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതിന് തെളിവായി ചരിത്രകാരന്മാരും ശാസ്ത്ര ഗവേഷകരും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ. ഒന്ന്, നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നുൾപ്പെടെ ഇപ്പോഴും മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അവരുടെ വലയിൽ കുരുങ്ങി ഇപ്പോഴും വലിയ കത്തിക്കരിഞ്ഞ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ കുട്ടനാട്ടിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കാർബണിന്റെ അളവ് വലിയ രീതിയിൽ കൂടുതലാണ്. അതൊരു വസ്തുതയായി പറയുന്നു. ഇതുകൂടാതെ 45ഓളം സ്ഥലങ്ങൾ, കുട്ടനാട് എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ്. അതിൽ തന്നെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളുടെ സ്ഥലനാമങ്ങൾ, സ്ഥലങ്ങളുടെ പേരുകൾ അവസാനിക്കുന്നത് കത്തിക്കരിഞ്ഞ കരി എന്ന വാക്കിലാണ്. കരി, ഉദാഹരണത്തിന് കൈനകരി, രാമങ്കരി, മിത്രക്കരി, ചതുർത്ഥ്യാകരി, അങ്ങനെ 45ഓളം സ്ഥലങ്ങളുടെ പേരുകൾ അവസാനിക്കുന്നത് കത്തിക്കരിഞ്ഞ കരി എന്ന വാക്കിലാണ്. ഇതും ഇവിടെ തീപിടുത്തം ഉണ്ടായെന്നതിന് തെളിവായി അല്ലെങ്കിൽ അതിന്റെ വസ്തുതകളായി ശാസ്ത്രകാരന്മാരും ചരിത്ര ഗവേഷകരും ഒക്കെ നമുക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്ന വസ്തുതകളാണ്. നേരത്തെ പറഞ്ഞ ആ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇവിടുത്തെ ജലസേചന രീതിയാണ്. കുട്ടനാട്ടിൽ മാത്രം കാണുന്ന പ്രത്യേകതയുള്ള ഒരു ജലസേചന രീതിയാണ്. ലോകത്തിൽ മറ്റെല്ലാ കൃഷിസ്ഥലങ്ങളിലേക്കും വെള്ളം കൃഷിസ്ഥലത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമാണ് വെള്ളം കൃഷിസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നത്. ഓപ്പോസിറ്റ് ഇറിഗേഷൻ എന്നാണ് അതിന് പറയുന്നത്. കാർഷിക ഭൂമി താഴെ, വെള്ളം മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്നുള്ള ഉറവ എപ്പോഴും അങ്ങോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കാർഷിക ഭൂമിയിൽ എപ്പോഴും വെള്ളം കൂടുതലായി. ഇപ്പോൾ കാണാം നമുക്ക് വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്ന ഓപ്പോസിറ്റ് ഇറിഗേഷൻ എന്നാണ് ഈ ജലസേചന രീതിക്ക് പറയുന്നത്. കാർഷിക ഭൂമിയിൽ നിന്ന് വെള്ളം ആവശ്യത്തിൽ കൂടുതലായിരിക്കും എപ്പോഴും കാർഷിക ഭൂമിയിൽ വെള്ളം. അതുകൊണ്ട് തന്നെ അവ പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്ന ഓപ്പോസിറ്റ് ഇറിഗേഷന്റെ ഭാഗമായുള്ള വലിയ പൈപ്പും അതിന്റെ മോട്ടോർ തറയുമാണ് അതിന്റെ സമീപത്ത് കാണുന്നത്. അത് ഇവിടുത്തെ കൃഷിയുടെ മാത്രം പ്രത്യേകതയാണ്, ഓപ്പോസിറ്റ് ഇറിഗേഷൻ. ഇപ്പോൾ വലതു ഭാഗത്തൊരു പള്ളി നിങ്ങൾക്ക് കാണുവാനാകും. ചിത്തിരപ്പള്ളി എന്ന പ്രാദേശിക നാമം ബദ്ധക്കായി തിരുവിതാംകൂർ മഹാരാജാവിന്റെ അനുമതിയോടുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുരിക്കുംമൂട്ടിൽ ജോസഫ്, നേരത്തെ പറഞ്ഞ പിന്നീട് മുരിക്കൻ എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധനായി തീർന്ന മുരിക്കുംമൂട്ടിൽ ജോസഫാണ് 1941 ഈ ചിത്തിരപ്പള്ളി നിർമ്മിച്ചത്. ബത്ലഹേം ചർച്ച് എന്നാണ് ഔദ്യോഗിക നാമം. കുട്ടനാട്ടിലെ ഒരു ചരിത്ര നിർമ്മിതിയാണിത്. കുട്ടനാട്ടിലെ ഈ പ്രദേശത്തൊന്നും ഇപ്പോൾ ആൾതാമസം ഇല്ലെങ്കിൽ പോലും കുട്ടനാട്ടിലെ ചരിത്ര നിർമ്മിതി എന്നുള്ള നിലയിൽ ആ പള്ളി ഇപ്പോഴും അതിന്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി ഇപ്പോഴും സംരക്ഷിച്ച് പോരുകയാണ്. നിരവധിയായ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ചിത്തിരപ്പള്ളി. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുകയാണ്, ഒരുപാട് ചിത്തിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അടുത്തതായി വലത് ഭാഗത്ത് വരുന്ന പാടശേഖരം റാണി പാടശേഖരമാണ്, പ്രസിദ്ധമായ റാണി പാടശേഖരം. ഇടത് ഭാഗത്ത് അടുത്തതായി വരുന്ന പാടശേഖരമാണ് പ്രസിദ്ധമായ മാർത്താണ്ഡം പാടശേഖരം. മാർത്താണ്ഡം, റാണി, ചിത്തിര, ഈ 3 പാടശേഖരങ്ങൾക്ക് മാത്രമാണ് ഈ വ്യത്യസ്തമായ പേരുകളുള്ളത്. ഹൗസ് ബോട്ടുകൾ ഈ ഒരു ജംഗ്ഷൻ വരെ മാത്രമാണ് ആലപ്പുഴയിൽ നിന്നും സഞ്ചരിക്കുക. 15 കിലോമീറ്ററോളം മാത്രമാണ് അവർ സഞ്ചരിക്കുക. നമ്മൾ 55 കിലോമീറ്റർ ആണെന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മാർത്താണ്ഡം, റാണി, ചിത്തിര ഈ പാടശേഖരങ്ങൾക്ക്
വ്യത്യസ്തമായ പേരുകൾ വരുവാനുള്ള കാരണം നമ്മുടെ നാട് ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ, റാണി ലക്ഷ്മിഭായി, ശ്രീ ചിത്തിര തിരുനാൾ തുടങ്ങിയ രാജാക്കന്മാരോടും രാജ്ഞിയോടുമുള്ള ആദര സൂചകമായിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുരിക്കുംമൂട്ടിൽ ജോസഫ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ മുരിക്കുംമൂട്ടിൽ ജോസഫ് പിന്നീട് മുരിക്കൻ എന്ന പേരിൽ പ്രസിദ്ധനായി പറഞ്ഞ അദ്ദേഹമാണ് ഈ രാജാക്കന്മാരുള്ള ആദര സൂചകമായിട്ട് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. കുട്ടനാട്ടിലെ ബാക്കി നൂറുകണക്കായ പാടശേഖരങ്ങൾക്കെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആൽഫബറ്റിക് ഓർഡറിലാണ് പേരുകൾ. ഉദാഹരണത്തിന് നമ്മൾ പിന്നിട്ട് പോകുന്ന ആർ ബ്ലോക്ക് അല്ലെങ്കിൽ സി ബ്ലോക്ക്, എച്ച് ബ്ലോക്ക്, അങ്ങനെ വിവിധ ബ്ലോക്കുകളായി തിരിച്ച് പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണകാലത്ത് നൽകിയ പേരുകളാണെങ്കിൽ ഈ 3 പാടശേഖരങ്ങൾ ഇപ്പോൾ ഇടത് ഭാഗത്ത് മാർത്താണ്ഡം, വലത് ഭാഗത്ത് റാണി, നമ്മൾ പിന്നിട്ട് പോകുന്ന ചിത്തിര, രാജാക്കന്മാരുടെ ആദര സൂചകമായിട്ടാണ് ഈ പേരുകൾ നൽകിയിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ ഏക്കറുകണക്കായ കായൽ പ്രദേശം മുഴുവൻ ചുറ്റോട് ചുറ്റും ബണ്ടുകൾ നിർമ്മിച്ച് നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിച്ചെടുക്കുവാൻ നേതൃത്വം നൽകിയ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഈ മുരിക്കുംമൂട്ടിൽ ജോസഫ് എന്ന പേരുള്ള വ്യക്തിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പിന്നീട് കായൽ രാജാവ് എന്നൊരു വിളിപ്പേര്, ഒരു വിശേഷണം കൂടി നൽകുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നമ്മുടെ യാത്ര ഈ ഹൗസ് ബോട്ടുകൾ, ആലപ്പുഴയിൽ നമ്മൾ രാവിലെ പുറപ്പെട്ടപ്പോൾ ഹൗസ് ബോട്ട് ടെർമിനലിന്റെ കാര്യം പരാമർശിച്ചിരുന്നു. ആ ഹൗസ് ബോട്ടുകളെല്ലാം അവരുടെ ഗസ്റ്റുകളെയും എടുത്ത് അതിഥികളെയും എടുത്ത് യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ടുകളുടെ ഒരു സഞ്ചാര മേഖലയിൽ കൂടിയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. ആ ഹൗസ് ബോട്ടുകൾക്കിടയിലൂടെയുള്ള യാത്ര നിങ്ങളുടെ കണ്ണിന് മനോഹരമായ കാഴ്ച സമ്മാനിക്കുമെന്ന് കരുതുകയാണ്. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തിച്ചേരുന്നത് പുണ്യനദിയായ പമ്പാ നദിയിലേക്കാണ്. പമ്പാ നദി നമുക്കറിയാം, പീരുമേടിന് സമീപം തുളച്ചിമല, അവിടെയാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. പീരുമേട് ഹൈറേഞ്ച്, പീരുമേടിന് സമീപം തുളച്ചിമല എന്ന സ്ഥലത്താണ് പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം. നമുക്കറിയാം 176 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം. പമ്പാ നദിയുടെ നീളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ 3ാം സ്ഥാനത്തുള്ള നദിയാണ് പമ്പ. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. 1ാം സ്ഥാനത്ത് പെരിയാർ, 2ാം സ്ഥാനത്ത് ഭാരതപ്പുഴ, 3ാം സ്ഥാനത്ത് പമ്പ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നത് കൊണ്ടാണ് പുണ്യനദി എന്നൊക്കെ അറിയപ്പെടുന്നത്. അത്രയും ദൂരത്തിൽ 176 കിലോമീറ്റർ ഒഴുകി വന്ന് വേമ്പനാട് കായലിൽ വന്ന് ഒഴുകി ചേരുന്ന ഒരു ഭാഗത്തുകൂടി, പമ്പാ നദി വന്ന് ഒഴുകി അവസാനിക്കുന്ന ഒരു ഭാഗത്തുകൂടി നമ്മൾ പമ്പാ നദി